സ്വാമിയുടെ ഈ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ആകെ ഒരു വശപ്പിശക് തോന്നുന്നുണ്ടല്ലോ. എന്താ സ്വാമി, ജയശങ്കറുമായിട്ട് ഉടക്കിയോ? സാറുമായിട്ട് ഉടക്കാനാ? നല്ല കഥയെ. എൻ്റെ മാഡം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാ. പക്ഷേ ഈ ജന്മത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അല്ല, സ്വാമി ഭാണ്ഡോ മുറുക്കി പോയിട്ട് പെട്ടെന്നെന്താ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്? ജയശങ്കർ സാറ് വിളിച്ചു, അതുകൊണ്ടാണ് യാത്ര പൂർത്തിയാക്കാതെ അങ്ങോട്ട് പോകുന്നത്. അടുത്ത ദിവസം തന്നെ വീണ്ടും പോവ്. ജയശങ്കർ എന്തിനാ സ്വാമിയെ തിരിച്ചു വിളിച്ചത്? ഇവിടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായോ? എമർജൻസി ഒന്നും അല്ല മാഡം. ആ അക്ഷര മാഡം ജയശങ്കർ സാറിന് സ്വസ്ഥത കൊടുക്കുന്നില്ല. അത് കൊള്ളാലോ. അച്ഛനും മോളും തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണോ സ്വാമി ഓടിപ്പാഞ്ഞ് വന്നത്? ഞാൻ വന്നതുകൊണ്ടൊന്നും ആ പ്രശ്നം തീരില്ല മാഡം. അക്ഷര മാഡത്തിന് ആകെ സംശയങ്ങൾ. അതിന് അക്ഷരയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം പ്രവൃത്തികളാ ജയശങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെയല്ല മാഡം. ജയശങ്കർ സാറിന്റെ ബിനാമിയാണ് ഞാനെന്ന് അക്ഷര മാഡം ഇപ്പൊ പറയുന്നത്. അക്ഷരയുടെ ആ സംശയത്തിന് എന്തെങ്കിലും സത്യമുണ്ടോ സ്വാമി? ഒരു സുപ്രഭാതത്തിൽ ജയശങ്കറിന്റെ രഹസ്യ സമ്പാദ്യവുമായി സ്വാമി നാട് വിടുവോ? അയ്യോ എന്റെ പൊന്നു മാഡം, ഈ സ്വാമിക്ക് അങ്ങനെ വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. അമ്പലത്തുനിന്ന് ഒരു പൊതി പടച്ചോറ് മതി എനിക്കൊരു ദിവസം കഴിയാൻ. ആ, ഇങ്ങനെ ഭിക്ഷാന്തേഹിയായി നടന്നവരൊക്കെ കണ്ണടച്ച് തുറക്കും മുമ്പ് കോടീശ്വരന്മാരായ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ പട്ടേരി? അതെ മാഡം. മാഡം ഇങ്ങനെ പരിഹസിക്കാതെ. അക്ഷരം വീട്ടിൽ നിന്നുള്ള പരിഹാസം കേട്ട് മടുത്ത ഞാനിങ്ങോട്ട് വന്നത്. സ്വാമി വന്ന കാര്യം പറ. മാഡം, എന്നെ എങ്ങനെങ്കിലും ഈ ഊരാ കൊടുക്കുന്നൊന്ന് രക്ഷിക്കണം. ജയശങ്കർ സാറും മാഡവും തമ്മിലുള്ള പ്രശ്നം ഒന്ന് വേഗം പരിഹരിച്ചാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞാനാണല്ലോ ഇടനിലക്കാരൻ. ജയശങ്കറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ സ്വാമി. മുതലും പലിശ അടക്കം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകണം. ഉള്ളതെല്ലാം വിറ്റ് പിറക്കിയിട്ടാണെങ്കിലും സാറ് പണം തരും. ബാക്കി പൈസയ്ക്ക് കുറച്ച് സാവകാശം കൊടുത്താൽ മതി. നടക്കില്ല സ്വാമി. ഞാനിങ്ങനെ തുണ്ടായിട്ടല്ലല്ലോ കാശ് അങ്ങോട്ട് തന്നത്. അപ്പം മടക്കി തരുന്നതും അങ്ങനെ തന്നെ ആകണം. ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചക്രശ്വാസം വലിക്കുക. യജമാനന്റെ ഉത്തമ ഭൃത്യന്റെ കടമയാ അത്. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. സ്വാമി പോകാൻ നോക്ക്. ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, സ്വാമി പോയില്ലായിരുന്നോ? ശരിക്കും അഭിനയം കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ എന്തിനു അഭിനയിക്കണം? ഞാൻ അതിന് നടനൊന്നുമല്ലല്ലോ. നടന്മാരൊക്കെ എന്ത്, സ്വാമിയുടെ മുന്നില് അവരൊന്നും ഒന്നുമല്ല. ഓ, എങ്ങനെ പറ്റുന്നു ഈ നോണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ? സത്യം പറ, താനല്ലേ ആ കോട്ടിട്ട് നിന്നത്? താൻ കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. പലനാൾ കള്ളനെ ഒരു നാൾ പിടിക്കപ്പെടും. സ്വാമി പിടിക്കപ്പെടും. അതൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ മാഡം. തെറ്റ് ചെയ്തവനല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ മാഡം നിങ്ങൾ പറയണ കേട്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യം? സത്യം പറയിപ്പിക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെയും പേടിപ്പിക്കണം മാഡം. അറിയാമെങ്കിൽ അതങ്ങോട്ട് ചെയ്തൂടെ മാഡം? എന്നോട് ഇതൊക്കെ എന്തിനാ പറയണത്? സ്വാമി, സത്യം പറ. ആരാ താൻ? എന്താ തന്റെ ഉദ്ദേശം? ദേഷ്യം നല്ലതല്ല. അത് തെറ്റായ കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കും. തന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏട്ടൻ തന്റെ കൂടെ നിൽക്കുന്നുണ്ടാ, അല്ലെങ്കിലേ താനിപ്പോ കിടക്കുന്നത് ജയിലിലായിരുന്നേനെ. ജയിൽ എനിക്ക് മറ്റേതൊരു സ്ഥലം പോലെയാണ് മാഡം. സന്യാസിക്ക് കൊട്ടാരവും കുടിലും ഒരുപോലെയാണെന്ന് കേട്ടിട്ടില്ലേ? തന്റെ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. സമയം വരുമ്പോ തന്നെ ഞങ്ങൾ പൂട്ടിയിരിക്കും. ബന്ധുര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂട്ടിലാണ് തത്ത കിടക്കുന്നത്. എങ്കിലും അതൊരു തടവറയായിട്ടാണ് തത്തയ്ക്ക് തോന്നുന്നത്. കൂട്ടൊന്നും പറയണ്ട.
എന്നെ പൂട്ടാൻ പറ്റിയ പൂട്ടൊന്നും നിങ്ങളുടെ ആരുടെയും കയ്യിലില്ല. സന്യാസിയാണെന്ന് കരുതി എന്തും പ്രവർത്തിച്ച് കളയാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കളിക്കുമ്പം ആളും തരം നോക്കി കളിക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ല, എനിക്ക് മുമ്പേ നടന്ന പലരും പറഞ്ഞതാ. അത് പാലിച്ച എല്ലാവർക്കും നല്ലത്. എന്നാ പോട്ടെ സാർ. ഷെടാ, സ്വാമിക്ക് കൊമ്പ് മുളച്ചല്ലോ. നല്ല ധൈര്യത്തോടെയാണല്ലോ സ്വാമി സംസാരിക്കുന്നത്. സാറ് കൂടെ നിൽക്കുമല്ലേ, പിന്നെന്താ സംസാരിച്ചാല്? ഈ നെകളിപ്പൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല, നിൽക്കാൻ പാടില്ല. സ്വത്ത് വിൽക്കാനാ ശ്രമിക്കുന്നറിയാലോ, അത് നടക്കാൻ പാടില്ല ഒരു കാരണവശാലും. അതെ, അതാണ് പ്രധാനം. എങ്ങനെ സ്വത്ത് വിൽപ്പന തടയുക? ആദ്യ കുറഞ്ഞ പരിഷ്കാരങ്ങളൊക്കെ മതി. നിന്റെ ഡാഡി ആയാലും ആ പോയ സ്വാമി ആയാലും. ഞാൻ അന്നേ പറഞ്ഞല്ലേ സാറേ, എന്തോ ഒരു ചതി നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്റെ പൊന്ന് ജമാലെ, ആ കുന്തൊന്ന് ഓഫ് ചെയ്ത് പോയി. ഇവിടെ മനുഷ്യ ഭ്രാന്തർത്ത് നിൽക്കുമ്പോഴാണ് ഓരോ മരണങ്ങൾ. ഇത് വേലോശാന വിളിക്കുന്നത്. ആശാൻ നമ്മുടെ ആളല്ലേ, ജമാല് സംസാരിക്കേ. ആ ഹലോ ഹലോ ആശാനെ. ആ എന്താടാ ജമാലെ, നീ ജമ്പ് ചെയ്യുന്നിടയ്ക്ക് തലയടിച്ച് എവിടെയെങ്കിലും വീണോ? എടാ ശരത്താടാ, ശരത്ത്. എൻ്റെ ആശാനെ, ഞാനിവിടെ നിരഞ്ജൻ സാറിൻ്റെ അടുത്തുണ്ട്. കൂടെ പരുന്തു ഇരുട്ടൊക്കെ ഉണ്ട്. ആ പിടികിട്ടി. എന്നാ ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഫോൺ വെക്കാതെ ജമാലെ, അവിടുത്തെ ചർച്ച ഞാൻ ലൈവായിട്ടൊന്ന് കേക്കട്ടെ. നീ കോള് കട്ട് ചെയ്യാതെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ. ആശാനെ, അത് നീ പറഞ്ഞ ചെയ്യ് ജമാലെ. ഞാൻ വരാൻ വൈകിയോ സർ? ഇല്ല. ഓഹോ, ഇവിടെ എത്തിയോ? അപ്പോ എന്താ സാർ ഇനി പ്ലാൻ? അവനെ അങ്ങ് തൂക്കിയാലോ ആ ശരത്തിനെ? വാടാ വാ, തൂക്കാം വാ. ആരാ തൂങ്ങുന്നെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ തൂക്കിയത് കൊണ്ട് കാര്യമില്ല ഇരട്ടെ. തെളിവുകൾ വേണം, കൃത്യമായ തെളിവുകൾ. അതെ, നിൽക്കുന്ന നിൽപ്പില് ആടിനെ പട്ടിയാക്കുന്നവനവൻ. അത് കരുതി വേണം നമ്മൾ നീങ്ങാൻ. അതേടി, ആടിനെ പട്ടിയാക്കാൻ മാത്രമല്ല, ആ പട്ടിയെ വിട്ട് നിന്നെയൊക്കെ കടിപ്പിക്കാനും ശരത്തിനറിയാം.